ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം 1 കിലോ ചിക്കൻ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ആദ്യം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഒരു പാൻ എടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. പിന്നെ ഒരു ബേ ലീഫ് ഇടുക. പിന്നെ ഒരു 3 ഏലക്ക, പിന്നെ ഒരു തക്കോലം, പിന്നെ ഒരു 4 ഗ്രാമ്പു, പിന്നെ പട്ട ഒരു 3 കഷ്ണം. ഇതൊക്കെ കൂടെ ഒന്ന് മൂത്ത് മണം വരുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഉള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം. അത് ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യുക. കഴിഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുള്ള അരി നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. നല്ല മണം വരുമ്പോൾ വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 3.5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ആ വെള്ളം ചൂടുവെള്ളം ഒഴിക്കണം. പിന്നെ ഒരു ലൈം പിഴിയുക. ഇതൊരു 20 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ട് ഒരു 2 സ്പൂൺ ഗീ ഒഴിക്കുക. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പോൾ പട്ട ഇടാം. പിന്നെ ബേ ലീഫ്, പിന്നെ തക്കോലം, കാർഡമം, പിന്നെ ക്ലൗസ്. പിന്നെ അതൊക്കെ മണം വരുമ്പോൾ ഞാൻ ഇവിടെ 3 ഉള്ളി എടുത്തിട്ടുള്ള 3 ഉള്ളി ചോപ്പ് ചെയ്ത് നല്ല നേർങ്ങനെ ചോപ്പ് ചെയ്തിട്ടുള്ളത് ചേർക്കാം. അത് ബ്രൗൺ ആവുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്യുക. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. മാറ്റി വയ്ക്കുക. ഇപ്പം ഉള്ളി ബ്രൗണായി. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതൊക്കെ ചേർത്തിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യുക. ഉള്ളി വീണ്ടും നന്നായിട്ട് ബ്രൗൺ ആക്കുക. നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ എല്ലാ മസാലപ്പൊടികളും ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാലയും. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂപ്പിക്കുക. ഇപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് തക്കാളി ചേർക്കാം. നമുക്കിനി ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. പുതിനയും മല്ലിയിലയും പച്ചമുളകും ചേർത്തിട്ട് ഇതൊക്കെ കൂടെ അരയ്ക്കുക. അരച്ച് വെച്ച പേസ്റ്റ് നമ്മുടെ മസാലയിലേക്ക് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിക്കുക. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്യാം. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കുക. നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ദമ്മിടാം. നെയ്ച്ചോറ് റെഡിയായി. പിന്നെ ദമ്മിടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. ഒനിയൻ കാരമലൈസ് ചെയ്തതും പിന്നെ മുന്തിരിയും കശുവണ്ടിയൊക്കെ മൂപ്പിച്ച് വയ്ക്കുക. ആദ്യം ഒരു പാൻ എടുത്തിട്ട് നെയ്യ് നന്നായിട്ട് ഒഴിച്ച് വയ്ക്കുക. 2 സ്പൂൺ നെയ്യോളം ഒഴിച്ച് വയ്ക്കണം. എന്നിട്ട് പിന്നെ ഒരു ലെയർ ചോറ് വയ്ക്കുക. പിന്നെ മസാല ഇടുക. പിന്നെയും ചോറിടുക. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, കാരമലൈസ്ഡ് ഒനിയൻ, പിന്നെ റീസൻസും കശുവണ്ടിയും ഒക്കെ ഇടുക. പിന്നെ നെയ്യും. ഇങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്യുക. ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ഒരു ഗ്ലാസ് ലിഡ് വെച്ചിട്ട് മൂടുക. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പാൻ വയ്ക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് ചൂടാക്കുക. മുകളിൽ ചൂട് വരുന്നവരെ. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനി സെർവ് ചെയ്യാം.
Thanks for joining me. Please don't forget to like and subscribe. Thank you. Happy eating.